അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗെറ്റ് റെഡി ഫോർ ബിഗ് വീക്ക് ഗൈസ്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ, ഈ ഒരു കൊട്ടിക്കലാശം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനി ഒരു 10-20 ദിവസം, ഒരു 17 ദിവസം ബാക്കിയുണ്ട്. ഇങ്ങനെ എന്താ പറയുന്നത്, ചൂട് പിടിച്ച് വരികയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്, പ്രത്യേകിച്ച് ലിവർപൂൾ ഫാൻസിന്. ഫാബ്രിസിയോ റൊമാന, അതുകൂടാതെ ഡേവിഡ് ഓൺസ്റ്റീൻ, അതുപോലെ ഇൻഡിക്കൈല ന്യൂസ് എല്ലാം പോലത്തെ ഒരു ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, 2-3 ദിവസമായിട്ട് നല്ല ന്യൂസുകളാണ് എല്ലാ ലിവർപൂൾ ഫാൻസിൻ്റെ കാതിലേക്ക് ഇങ്ങനെ വരുന്നത്. അല്ല, ഒന്നാമത്തത് ഇന്നലെയാണ് അതിൻ്റെ ഒരു ചൂട് പിടിച്ചത്. മാർക്ക് ഗുവേ ആൻഡ് ജിയോവാനി ലിയോണി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവർപൂൾ ഒരു സെൻറ്റർ മാർക്ക് ഗുവേനെയും സൈൻ ചെയ്യും, അതുകൂടാതെ ഒരു യങ് സെൻറ്റർ ബാക്ക് ലിയോണിയും സൈൻ ചെയ്യും. അപ്പം ഫാബ്രിസിയോ റൊമാനോൻ്റെ 2-3 ട്വീറ്റ് ഞാൻ ഇടാം സ്ക്രീൻഷോട്ടായിട്ട്. ഗുവയ്ക്ക് 30 മുതൽ 35 മില്യൺ പൗണ്ട് പ്ലസ് ആഡ്സ് ഓൺ ബിഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൂടാതെ ലിയോണിയുമായിട്ട് ഏകദേശം ഓക്കെയാണ്. ലിയോണിക്ക് സ്ലോട്ട് ബോളിൽ താല്പര്യമുണ്ടെന്ന് പറയുന്നത്. ലിയോണിക്ക് ലിവർപൂളിലേക്ക് വന്നാൽ മതി, ലിവർപൂൾ മാത്രം മതി എന്നുള്ള, ഇറ്റാലിയൻ ലീഗിൽ വേറെ ക്ലബിനെ വേണ്ട എന്നുള്ള രീതിയിലാണ് ലിയോണി നിൽക്കുന്നത്. അപ്പം ഈ 2 സൈനിങ്ങും വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ഏകദേശം ഷുവറാണ്. പക്ഷേ ഇതിൽ ഗുഹയുടെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഗുഹ ലിവർപൂളിലേക്ക് വന്നാൽ കൊണാട്ടയ്ക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ അറിയാം, കൊണാട്ടയ്ക്ക് മൂന്നാമത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ വെച്ച സമയത്ത് അത് പോസിറ്റീവ് ആയിരുന്നു. കൊണാട്ടയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിരുന്നു, ലിവർപൂളിൻ്റെ ഭാഗത്തും പോസിറ്റീവ് എന്നായിരുന്നു വാർത്ത വന്നത്. പക്ഷേ ഇപ്പം ഗുഹൈ വരുന്നത് കൊണ്ട് കൊണാട്ടയ്ക്ക് ടൈം കുറയാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഗുഹയ്ക്കും ഒരുപക്ഷെ ടൈം കിട്ടാൻ സാധ്യത കുറവാണ്. 2 മോശമില്ലാത്ത 2 സെൻറ്റർ ബാക്കുകളാണ്. ഇപ്പം വേൾഡ് കപ്പ് വരുന്നത് കൊണ്ട്, അടുത്ത വർഷം വേൾഡ് കപ്പ് വരുന്നത് കൊണ്ട് എല്ലാ പ്ലെയേഴ്സിനും പ്ലേയിങ് ടൈം വേണം. അവരെ വേൾഡ് കപ്പ് 11 കളിക്കണമെങ്കിൽ പ്ലേയിങ് ടൈം വേണം. ഗുഹയ്ക്കാണെങ്കിൽ ഇംഗ്ലണ്ട് 11, കൊണാട്ടയ്ക്കാണെങ്കിൽ ഫ്രാൻസ് 11 കളിക്കണമെങ്കിൽ പ്ലേയിങ് ടൈം വേണം. അതുകൊണ്ട് ഗുഹ വരുന്നത് കൊണ്ട് കൊണാട്ടെ മേ ബി മറിച്ച് ചിന്തിക്കാനും സാധ്യതയുണ്ട്. അറിയില്ല, ഇതുവരെ ഒരു ന്യൂസും വന്നിട്ടില്ല അതിനെക്കുറിച്ച്. ഒരു പക്ഷേ ഈ ഒരു ഡീല് സൈൻ ചെയ്തതിന് ശേഷം മിക്കവാറും കൊണാട്ടയുടെ ഒരു സിറ്റുവേഷനും കൂടി അപ്ഡേറ്റ് ആവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കൊണാട്ട സൈൻ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത വർഷം ഫ്രീ ഏജൻ്റായിട്ട് മിക്കവാറും റയൽ മാഡ്രിഡിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം കുറച്ച് ദിവസത്തേക്ക് എന്തായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ പോകുന്നതെന്ന്. പക്ഷേ ഇപ്പം ആസ് ഓഫ് നൗ പറയുകയാണെങ്കിൽ ലിവർപൂൾ ഇൻ ഹോട്ട് സീറ്റ്. ഗുവൈ, ലിയോണി, ഇപ്പോൾ 2 പേരും ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഒരു ക്ലബ് ടു ക്ലബ് ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടാതെ അലക്സാണ്ടർ ഇസാക്ക്, പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂകാസിലിൽ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ന്യൂകാസിൽ ഫാൻസ് ഇസാക്കിൻ്റെ ഷർട്ട് കത്തിക്കുന്നത്. അതുകൂടാതെ ഇസാക്കിനോടൊരു വാണിംഗ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് സിറ്റി സെൻറ്ററിലേക്ക് പോകരുത് എന്ന്. അതിൻ്റെ ഒരു ട്വീറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും കലുഷിതമാണ് ന്യൂകാസിൽ ഫാൻസ്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇസാക്ക് പുള്ളിക്കാരൻ്റെ അവിടുത്തെ ഹൗസ് വിട്ടു. ഹൗസ് ഓണർ പുള്ളിക്കാരൻ താമസിച്ചിരുന്ന വീട് റെൻറ്റ് സൈറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇന്നലെ ഇൻഡിക്കയില ന്യൂസ് വരുന്ന, അലക്സാണ്ടർ ഇസാക്സ് ഏജൻറ്റ് ഹാസ് ഐഡൻറ്റിഫൈഡ് എ ഹൗസ് ഇൻ ദ ചെഷയർ ഏരിയ ഇഫ് സോൾഡ് ടു LFC. ഇറ്റ് ഈസ് റിയലി കോസ്റ്റ് ടു മെജോറിറ്റി ഓഫ് ദ സീനിയർ LFC പ്ലെയേഴ്സ്. The source behind this story is the same one who broke the news when Isak packed up his place in Newcastle. ഇസാക്ക് ന്യൂകാസിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2-3 ദിവസം, എനിക്കൊന്ന് 2 ദിവസം മുന്നത്തെ ഒരു ട്വീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇസാക്ക് അഥവാ ഈ ഒരു സീസണിൽ ലിവർപൂളിൽ കളിക്കാൻ പറ്റിയില്ല, ന്യൂകാസിൽ ലിവർപൂളിലേക്ക് വിട്ടില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, എന്നിരുന്നാലും ന്യൂകാസിലിന് വേണ്ടി ഞാൻ ഈ ഒരു സീസണിൽ കളിക്കില്ല, ഐ വോണ്ട് ഇൻറ്റഗ്രേറ്റ് വിത്ത് ദ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ട്വീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസാക്ക് 2ഉം കൽപ്പിച്ചാണ്. ഒന്നെങ്കിൽ എന്നെ ലിവർപൂളിലേക്ക് വിടുക, അഥവാ നിങ്ങൾക്ക് എന്നെ ലിവർപൂളിലേക്ക് വിടാൻ പറ്റിയില്ല, ഞാൻ ഈ സീസണിൽ ന്യൂകാസിൽ തന്നെ എൻ്റെ ഒപ്പം ആയാൽ ഞാൻ ന്യൂകാസിലെ സ്ക്വാഡിൽ ഞാൻ കളിക്കില്ല എന്നുള്ളൊരു 2ഉം കൽപ്പിച്ചുള്ളൊരു സ്റ്റേണായിട്ട് ഡിസിഷനിലാണ് ഇസാക്ക് ഉള്ളത്. ഇപ്പം ലിവർപൂള് ന്യൂകാസിലിൻ്റെ ആ ഒരു സമ്മതത്തിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ബിഡ് ചെയ്യാമെന്നുള്ളത്. ആ ഒരു സമ്മതം കിട്ടിയാൽ ലിവർപൂൾ 2ാമത്തെ ബിഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് 120 മില്യണിന് മുകളിൽ
പ്ലസ് ആഡ് സോണൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ബെറ്റർ ഓഫർ ആയിരിക്കും എന്നും ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും എന്താണ് പറയേണ്ടത്, ലിവർപൂൾ ഫാൻസിന് വരുന്ന ഒരു വീക്ക്, അതുകൂടാതെ കുറച്ച് ദിവസം ഓവർ ദ മൂൺ ആയിരിക്കും. അപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ ഹിയർ വി ഗോ മാർഗ്വേയ് ലിയോണി, കുറച്ച് മേ ബി ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഹിയർ വി ഗോ അലക്സാണ്ടർ ഇസാക്ക് കേൾക്കാൻ കഴിയും എന്ന് തോന്നുന്നു. അതുകൂടാതെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഡൊന്നറൂമ പുള്ളിക്കാരൻ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ സൂപ്പർ കപ്പ് നിങ്ങൾക്ക് അറിയുന്ന പോലെ സൂപ്പർ കപ്പിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറും PSG ഏറ്റുമുട്ടുന്നുണ്ട്. ആ സൂപ്പർ കപ്പിലെ സ്ക്വാഡിലേക്ക് ഡൊന്നറൂമിനെ എടുത്തില്ല. അപ്പം അതിൻ്റെ ഒരു റീസൺ ലൂയിസ് എൻട്രിക്കെ പറഞ്ഞത്, പുള്ളിക്കാരൻ എനിക്ക് പറ്റിയ ഒരു ഗോൾ കീപ്പർ അല്ല, എനിക്ക് വേറെ ആളെ വേണം. സ്റ്റിൽ പുള്ളിക്കാരൻ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പറാണ്, പക്ഷേ എനിക്ക് താല്പര്യമില്ല എന്നാണ് ചങ്ങായി പറഞ്ഞത്. അതിന് പ്രതികരിച്ച് ഡൊന്നറൂമ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഒരു സ്റ്റോറിയാണ്, ഞാൻ സൈഡിൽ ഇട്ടുതരാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പം ഡൊന്നറൂമൻ്റെ ആ ഒരു സിറ്റുവേഷൻ മാഞ്ചസ്റ്റർ സിറ്റി വാച്ച് ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി മിക്കവാറും ഡൊന്നറൂമയ്ക്ക് വേണ്ടി പോകാൻ സാധ്യതയുണ്ട്. അതായത് ഗളത്തസറെ എഡേഴ്സനെ വാങ്ങിയാൽ മാഞ്ചസ്റ്റർ സിറ്റി ഡൊന്നറൂമയ്ക്ക് ബിഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഗൾസറയും മാഞ്ചസ്റ്റർ സിറ്റിയും എഡേഴ്സന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പൈസയിൽ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ എഡേഴ്സൺ വിട്ടുപോയാൽ മാഞ്ചസ്റ്റർ സിറ്റി ഡൊന്നറൂമിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ചെൽസിയുമായിട്ട് ലിങ്ക് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ചെൽസിയുടെ മറസ്ക, ചെൽസിക്ക് ഇപ്പോൾ ഇല്ല ഗോൾ കീപ്പേഴ്സിൽ ഓക്കെയാണ്, സംതൃപ്തനാണ്, നമുക്ക് ഡൊന്നറൂമ വേണ്ട എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചെൽസി ആ ഒരു റേസിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ഒരു വെച്ചിട്ട് വലിയ ഒരു റൂമറും കേൾക്കുന്നില്ല. ഇപ്പോൾ സിറ്റി മാത്രമാണ് ഒരു റൂമറിലുള്ളത് ഡൊന്നറൂമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, 2-3 ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാവും. പിന്നെ പറയാനുള്ളത് എബ്രച്ചി എസ്സെ. ഇപ്പോൾ ചെങ്ങായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർസനലിനെ കുറിച്ചുള്ള വീഡിയോസിൽ എസ്സേനെ ആർസനലിന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ടാവുമെന്ന്. പക്ഷേ ഇപ്പം ടോട്ടൻഹാമുമാണ് എസ്സെയുമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ എസ്സെയുടെ ഏജൻറ്റും ടോട്ടൻഹാമും തമ്മിലൊരു മീറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കയിലെ ന്യൂസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞത്, എബ്രച്ചി എസ്സേസ് ഏജൻറ്റ് യെസ്റ്റർഡേ റാപ്ഡ് അപ്പ് 2-hour chat with Spurs. But here is the latest development. The agent has put Arsenal on notice, saying if they want SA, now is the time to make a move. അപ്പോൾ ആ ഒരു പറച്ചലിൽ മിക്കവാറും ആർസണൽ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു മൂവ് ചെയ്തില്ല, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തില്ല, ബിഡ് ചെയ്തില്ലെങ്കിൽ എസ്സെ മിക്കവാറും ടോട്ടൻഹാമിൽ എൻ്റെ പേയും. നമുക്കറിയാം ടോട്ടൻഹാമിൽ മാഡിസിന് പരിക്ക് പറ്റി, അതുകൂടാതെ സോൺ ഒഴിവാക്കിപ്പോയി. അപ്പോൾ അവരെ ലെഫ്റ്റ് വിങ് ഇങ്ങനെ വൈഡ് ഓപ്പൺ ആണ്, അവിടെ ഏത് നല്ല പ്ലെയറെ കളിപ്പിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മളെ തോമസ് ഫ്രാങ്ക്. അപ്പം എസ്സെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആർസണലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ മിക്കവാറും ടോട്ടൻഹാമിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു ലോസ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സ്റ്റിൽ ആർസണലിന് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷേ അതൊരു നല്ല അഡീഷൻ ആയിരിക്കും ആർസണലിൻ്റെ സ്ക്വാഡിലേക്ക്. അപ്പം അതും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. പിന്നെയുള്ളത് റോഡ്രിഗോ ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളൊരു ന്യൂസാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് ഇതറിയില്ല, അതൊരു ചെറിയ റൂമേഴ്സാണ്. അതുകൂടാതെ റോഡ്രിഗോ എന്നുള്ള റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടൊരു കളിയിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാഞ്ചസ്റ്റർ സിറ്റി പെപ് ഗാർഡിയോള റോഡ്രിഗോയുടെ ഭയങ്കര ഫാനാണ്. റോഡ്രിഗോ സാവിഞ്ഞോ ടോട്ടൻഹാമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക്, പിന്നെ ജാക്ക് ഗ്രീലിഷും പോയി എവർട്ടണിലേക്ക്, ഇനി സാവിഞ്ഞോ ടോട്ടൻഹാമുമായിട്ട് ടോക്കിലുണ്ടായിരുന്നു. സാവിഞ്ഞോക്ക് ടോട്ടൻഹാമിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. 50 million സംതിങ് ആണ് ടോട്ടൻഹാം ഓഫർ ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി കുറച്ചും കൂടി കൂടുതൽ വേണം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അവർക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാവിഞ്ഞോ ടോട്ടൻഹാമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഗ്രീലിഷും പോയത് കൊണ്ട് റോഡ്രിഗോന പെപ് ഗാർഡിയോള നോക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള റൂമർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നമുക്ക് ഇപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള അപ്ഡേറ്റ് വന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. പ്രീമിയർ ലീഗ് ഇപ്പോൾ ഒരു ലിവർപൂളിൻ്റെ ഫസ്റ്റ് മത്സരം ആണ് പ്രീമിയർ ലീഗിൻ്റെ ഒരു കിക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച നമുക്ക് പൊളച്ച എന്ന് പറയാം.
മത്സരത്തോടെ പ്രീമിയർ ലീഗ് തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇതൊരു 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും ഒരുപാട് പെട്ടെന്നുള്ള ട്രാൻസ്ഫറൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും കാതും കണ്ണും ഒക്കെ കോർത്തിരിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.